ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിസീസ് ടേസ്റ്റി പാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി മക്കറോണിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ചിക്കൻ ചേർക്കാതെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കും നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മക്കറോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മക്കറോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 480 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാക്കറ്റിൻ്റെ ബാക്കിലുണ്ടാവും ഇത് എത്ര മിനിറ്റ് വേവിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ഓവർ കുക്കായി പോകാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം മക്കറോണി ടേസ്റ്റ് കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മക്കറോണിയോ അല്ലെങ്കിൽ പാസ്തയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 2.5-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പാസ്തയ്ക്ക്. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ അരിയുമ്പോൾ ഒരുപാട് തിക്കായിട്ട് അരിയരുത്, ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ക്യാരറ്റ് ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് വെന്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായിപ്പോയിട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റാഞ്ഞത്. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് ഒരു 1-2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇനി തീ ഓഫാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിൽ തന്നെ അത് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ശരിക്കും നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷം ഇതിലേക്ക് ഞാൻ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ മൈദ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരുപാട് തിക്കായിട്ടുള്ള വൈറ്റ് സോസ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വളരെ ചെറിയ തീയിൽ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. പോരാത്തതിന് ഈ മൈദ ഇങ്ങനെ ബട്ടറിൽ കിടന്ന് മൂക്കുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, ഇതിങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു പാകമാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള പാലാണ് കേട്ടോ ചേർക്കേണ്ടത്. ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ തിളപ്പിച്ച പാലും എടുക്കരുത്. ഇനി അഥവാ ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ തണുപ്പ് പോകാനായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഓഫാക്കിയിടുക. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലായ ശേഷം മാത്രം പാല് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 1/2 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരുമിച്ച് ചേർക്കുന്ന സമയത്ത് കട്ട പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ആദ്യം 1/2 കപ്പ് പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത ശേഷം കട്ട എല്ലാം പോയതിന് ശേഷം ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 3 കപ്പ് പാലാണ് എടുക്കുന്നത്. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3 കപ്പ് പാല് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇതൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത്. ഇനി ഇത് അടി പിടിക്കൊന്നുമില്ല, എന്നാലും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇത് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുറുകി വന്നിട്ടൊന്നുമില്ല,
ഒരു ലൈറ്റായിട്ട് കുറുകി വന്നിട്ടുള്ളൂ. ആ ഒരു പാകത്തിനാണ് എനിക്കിഷ്ടം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. അതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റഡ് ചീസ് ഇല്ലെങ്കിൽ ക്രീം ചീസ് ആണെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീസൊക്കെ ചേർത്ത് നമ്മുടെ പാലൊന്ന് കുറുകി വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഷ്റൂം ചേർത്ത് കൊടുക്കാം, സ്പ്രിംഗ് ഓണിയൻ ചേർത്തൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പാസ്തയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷമാണ് അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വേഗം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അത് ഒരുപാട് ജോലിയോ പണിയോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു പാസ്ത. നമ്മൾ ചിക്കനൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇവിടെ പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1-2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. നല്ല ചീസി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പാസ്ത ആണിത്. ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് എരിവിനായിട്ട് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി തീ ഓഫാക്കിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ ചീസും ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പാസ്ത അല്ലെങ്കിൽ ഈ മക്കറോണി നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഞാനിവിടെ അധിക ദിവസം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ചിക്കൻ ഇല്ലെങ്കിലും ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാവും, അവർ കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്ത് കണ്ട കുഞ്ഞു ബെല്ലൈക്കണില്ല അതൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.